Good morning all. Today we discuss about the topic problems of conservation of environment. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻസ് അതുപോലെ തന്നെ ത്രെഡ്സ് ടു എൻവിയോൺമെൻറ്റ് ഇതെല്ലാം നോക്കി. അപ്പോൾ ഇത്തരത്തിൽ എൻവിയോൺമെൻറ്റിന് ത്രെഡ്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ എൻവിയോൺമെൻറ്റിനെ കൺസേർവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൺസേർവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻവിയോൺമെൻറ്റിനെ ത്രട്ടൺ ചെയ്യുന്ന ഫാക്ടേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം. ദാറ്റ് ഈസ് നാച്ചുറൽ ആൻഡ് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ്. സോ നാച്ചുറൽ ആസ് വെൽ ആസ് ആന്ത്രോപോജനിക് ഫാക്ടേഴ്സ് വെരി സീരിയസ്ലി ത്രട്ടൺ അവർ എൻവിയോൺമെൻറ്റ്. നാച്ചുറൽ ത്രെഡ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നാച്ചുറൽ കറ്റാട്രോപ്സ് അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള ഫ്ലഡ്, ഡ്രൗട്ട്, എർത്ത് വോൾക്കാനിക് എറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്സ്, വൈൽഡ് ഫയേഴ്സ്, സ്റ്റോംസ് അതായത് കൊടുങ്കാറ്റ്, പിന്നെ ടൈഫോൺസ്, ടൊർണാഡോസ്, ഹ്യൂരിക്കെയിൻസ്, ചുഴലിക്കാറ്റുകളിനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ സുനാമീസ്, എപ്പിഡെർമിക്സ് അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ, ഇതൊക്കെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ത്രെഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു ഫാക്ടറാണ് പറഞ്ഞു ആന്ത്രോപോജനിക് ത്രെഡ്സ്, which include degradation, fragmentation and destruction of natural habitats, environmental alterations, overexploitation of biotic resources, thoughtless mastery of wild animals അല്ലെങ്കിൽ യാതൊരുവിധ നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ നമ്മൾ വൈൽഡ് ആനിമൽസിനെയൊക്കെ കൊന്നൊടുക്കുന്നത്. ഇതെല്ലാം തന്നെ ആന്ത്രോപോജനിക് ത്രെഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഡിസ്ക്രിമിനേറ്റ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, അൺഡെബേറ്റഡ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ, unplanned economic development, extensive industrial, agricultural and forestry schemes. അപ്പോൾ നാച്ചുറൽ അതുപോലെ തന്നെ ആന്ത്രോപോജനിക് ഫാക്ടേഴ്സും എൻവിയോൺമെൻറ്റിനെ സീരിയസ്ലി ത്രട്ടൺ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം എൻവിയോൺമെൻറ്റിന് ഉണ്ടാകുന്ന ത്രെഡ്സ് അത് തന്നെയാണ് നമുക്ക് കൺസേർവ് ചെയ്യുന്ന സമയത്തും നമുക്ക് പ്രോബ്ലംസ് ആയിട്ട് വരുന്നതും. അപ്പോൾ അതാണ് നമ്മളിവിടെ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. So the major threats to environment that result from human activity are: first one, human interference and habitat destruction; second one, deforestation; third one, overexploitation of resources; fourth one, introduction of exotic species to new areas; fifth one, pollution; and sixth one, climate change. ആദ്യം നമുക്ക് ഹ്യൂമൻ ഇൻ്റർഫറൻസ് ആൻഡ് ഹാബിറ്റാറ്റ് ഡിസ്ട്രക്ഷൻ നോക്കാം. Human interference that leads to loss of environment include alteration, fragmentation, degradation and destruction of or loss of natural habitats for human settlement, urbanization, industrialization, agriculture, commercial plantations, grazing, construction of dams, mining, quarrying, etc. അപ്പോൾ നമ്മുടെ ഇക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന അനിയന്ത്രിതമായിട്ടുള്ള ഇടപെടലുകൾ അതാണ് ഹ്യൂമൻ ഇൻ്റർഫറൻസിൽ വരുന്നത്. അതാണ് നമ്മളിവിടെ നോക്കിയത്. സോ ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇപ്പോഴുള്ള ഒരു മോഡേൺ വേവ് ഓഫ് സ്പീഷീസ് എക്സ്റ്റൻഷനെ ആക്സിലറേറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് ബയോഡൈവേഴ്സിറ്റിയുടെ ലോസിനും അതുകൊണ്ട് തന്നെ അത് എൻവിയോൺമെൻറ്റിൻ്റെ ലോസിനും കാരണമാകുന്നുണ്ട്. They often involve large-scale devastation and desertification of forest and grasslands, reclamation of wetlands, etc. അതായത് നമ്മൾ ലാർജ് സ്കെയിലിൽ ഫോറസ്റ്റിനെയും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡ്സിനെയൊക്കെ നശിപ്പിക്കുന്നതും അല്ലെങ്കിൽ മരുഭൂമീകരണം ആണ് ഡിസർട്ടിഫിക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ കണ്ടിട്ടുണ്ട് കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് മരുഭൂമിക്ക് സമാനമാക്കി തീർക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെറ്റ്ലാൻഡ്സൊക്കെ മണ്ണിട്ട് മൂടിയിട്ട് അവിടെ കെട്ടിടങ്ങൾ പണിയുക, അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ ഒരു സ്പീഷീസ് എക്സ്റ്റൻഷനെയും ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്കും കാരണമാകുന്ന ആക്ടിവിറ്റീസാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഓർഗാനിസത്തിനെ ലാർജ് സ്കെയിലിൽ കില്ല് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഹോംസിൽ നിന്നും അതിനെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാനായിട്ട് ആനിമൽസിനെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻ്ററപ്റ്റ് ദ ഇൻ്റർ റിലേഷൻ ബിറ്റ്വീൻ സ്പീഷീസ് ആൻഡ് പുഷ് മെനി സ്പീഷീസ് ടു ആൻ എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മൂലം അവിടെ നിലനിൽക്കുന്ന ആ സ്പീഷീസ് തമ്മിലുള്ള ഒരു ഇൻ്റർ റിലേഷൻസിൽ ചേഞ്ചസ് വരുത്തുകയും അതുപോലെ തന്നെ ഒരുപാട് സ്പീഷീസിനെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ഹാബിറ്റാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡിഫറെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് ഒരു ലാർജ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹാബിറ്റാറ്റിനെ ഡിസ്റ്റിങ്ക്റ്റ് സോൺസ് ആയിട്ട് കമ്പാർട്ട്മെൻ്റലൈസേഷൻ ചെയ്യുന്ന ആ ആക്ടിവിറ്റീനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്.
സോ ഫ്രാഗ്മെൻറ്റേഷന് എക്സാമ്പിൾസ് ആണ് പാർഷനിങ് ഓഫ് എ ലാർജ് ഓർ വാസ്റ്റ് ഗ്രാസ് ലാൻഡ് ഫോർ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്, ക്രോപ്പ് പ്ലാന്റ്സ്, ഓർച്ചാർഡ്സ്, ടൗൺഷിപ്സ് എക്സെട്ര. ഇത്തരത്തിൽ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളാണ് മെയിൻലി ഈ ഫ്രാഗ്മെൻറ്റേഷന് കാരണമാകുന്നത്. Fragmentation of a habitat often divide a large metapopulation into several small subpopulations which cannot sustain themselves. Fragmentation മൂലം ഒരു വലിയ മെറ്റാപോപ്പുലേഷനെ സബ് പോപ്പുലേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. എന്നാൽ ആ പോപ്പുലേഷൻസിന് ഒരിക്കലും അവ തന്നെയായിട്ട് അതിനെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് കഴിയുകയും ചെയ്യില്ല. അപ്പോൾ അതെന്താണ് അവിടെ സ്പീഷീസ് എക്സ്റ്റൻഷന് കാരണമാകും. സോ ദിസ് കോസസ് ദ ലോക്കൽ എക്സ്റ്റൻഷൻ ഓഫ് സെവറൽ സ്പീഷീസ് ആൻഡ് pushes several others to an endangered status. അപ്പോൾ ഇത്തരത്തിൽ അവയ്ക്ക് അവിടെ നിലനിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഒന്നുകിൽ അത് സ്പീഷീസിൻ്റെ ലോക്കൽ എക്സ്റ്റൻഷന് കാരണമാകും, അല്ലെങ്കിൽ ഒരു എൻഡേഞ്ചേർഡ് സ്റ്റാറ്റസിലേക്ക് അതിനെ തള്ളിവിടുകയും ചെയ്യുന്നു. It often creates barriers that restrict or prevent species from dispersal and colonization of new areas. അപ്പോൾ ഫ്രാഗ്മെൻറ്റേഷൻ മൂലമുണ്ടാകുന്ന മറ്റൊരു കോൺസിക്വൻസ് ആണ് അത് ഈ സ്പീഷീസിൻ്റെ ഡിസ്പേഴ്സലിനെ ഒരു ബാരിയറായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ കോളനൈസേഷനും അതൊരു വിലങ്ങുതടിയായിട്ട് മാറുന്നു. ഇറ്റ് മേ ഓൾസോ അഡ്വേഴ്സലി എഫക്റ്റ് ദ സീസണൽ മൈഗ്രേഷൻ ഓഫ് സം മൈഗ്രേറ്ററി സ്പീഷീസ്. അപ്പോൾ നമുക്കറിയാം പ്രകൃതിയിൽ ഒരുപാട് മൈഗ്രേറ്ററി സ്പീഷീസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ആ ഒരു മൈഗ്രേഷൻ പ്രോസസ്സിനെയും ഈ ഫ്രാഗ്മെൻറ്റേഷൻ സീരിയസ്ലി എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഹ്യൂമൻ ഇൻ്റർഫറൻസിനുള്ള കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ഡീഫോറസ്റ്റേഷൻ. ഡീഫോറസ്റ്റേഷനും നമുക്ക് എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു ഫിനോമിനനാണ്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ലാർജ് ഫോറസ്റ്റ് ഏരിയാസിൽ വരുന്ന ഒരു ഡിക്രീസ്, അത് അഗ്രികൾച്ചറൽ ക്രോപ്പ് പ്ലാന്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അർബനൈസേഷൻ ഓർ മൈനിങ് ആക്ടിവിറ്റീസ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് കാടുകൾ വലിയ തോതിൽ വെട്ടിത്തെളിക്കുന്നതിനെയാണ് ഡീഫോറസ്റ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So they greatly accelerated by human activity since 1960. Deforestation has been negatively affecting natural ecosystems, biodiversity and the climate. അപ്പോൾ ഒരു 1960 തൊട്ടുള്ള മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് ഈ ഡീഫോറസ്റ്റേഷനെ ഗ്രേറ്റ്ലി ആക്സിലറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിനെയും ബയോഡൈവേഴ്സിറ്റിനെയും ക്ലൈമറ്റിനെയും ഒക്കെ വെരി അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. So the UN's FAO estimates the annual rate of deforestation to be around 1.3 million kilometers square per decade. FAOയുടെ കണക്കനുസരിച്ചിട്ട് ഓരോ ഡെക്കേഡിലും 1.3 മില്യൺ കിലോമീറ്റർ സ്ക്വയർ ഫോറസ്റ്റ് നശിച്ചു പോകുന്നുണ്ടെന്നുള്ളതാണ് കണക്ക്. സോ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഈ ഒരു ഡീഫോറസ്റ്റേഷന് കോസ് ചെയ്യുന്നുണ്ട്. അത് ഹ്യൂമൻ ഒറിജിൻ ആയിരിക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ ഒറിജിൻ ആയിരിക്കാം. സോ നാച്ചുറൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് നാച്ചുറൽ ഫോറസ്റ്റ് ഫയേഴ്സ് ഓർ പാരസൈറ്റ് കോസ്ഡ് ഡിസീസ് വിച്ച് ക്യാൻ റിസൾട്ട് ഇൻ ഡീഫോറസ്റ്റേഷൻ. അപ്പോൾ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മാത്രമല്ല, നാച്ചുറൽ ഒറിജിൻ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഡീഫോറസ്റ്റേഷന് കാരണമാകുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് പാരസൈറ്റ് കോസ്ഡ് ഡിസീസസ്, അതുപോലെ തന്നെ നാച്ചുറൽ ഫോറസ്റ്റ് ഫയേഴ്സൊക്കെ. എന്നാൽ കൂടിയും ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് ഈ ഗ്ലോബൽ ഡീഫോറസ്റ്റേഷനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു മെയിൻ ആക്ടിവിറ്റി. So according to FAO, the expansion of agriculture caused nearly 80% of global deforestation with the construction of infrastructure. അതായത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സച്ച് ആസ് റോഡ്സ്, ഡാംസ്, അല്ലെങ്കിൽ മൈനിങ് ആക്ടിവിറ്റീസ്, അർബനൈസേഷൻ, ഇതിനെല്ലാം വേണ്ടിയിട്ട് വലിയ തോതിൽ നമ്മൾ കാട് വെട്ടിത്തെളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ എക്സ്പാൻഷനും നടത്തിയിട്ടുള്ളത് ഒരു 80%ഓളം ഗ്ലോബൽ ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ടാണെന്നാണ് പറയുന്നത്. The most common consequence of deforestation is its threats to biodiversity and environment. So in fact, forests represent some of the most veritable hubs of biodiversity. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരുപാട് വെരിറ്റബിൾ ആയിട്ടുള്ള സ്പീഷീസിൻ്റെ ഒരു മെയിൻ ഹബ്ബാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീഫോറസ്റ്റേഷൻ നടത്തുന്നതിലൂടെ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിനെയും അതുമൂലം എൻവയോൺമെൻറ്റിനെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. So by destroying the forest, human activities are putting entire ecosystem in danger, creating natural imbalances
imbalances and making life at threat. It also causes climate change, desertification, soil erosion, fewer crops, flooding, increased greenhouse gases, and a host of problems for indigenous people. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഇഫക്റ്റാണ്. അവിടെയുള്ള ആ കാട്ടിൽ താമസിക്കുന്ന ആളുകൾക്കും അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നുണ്ട്. അതും ഒരു മെയിൻ കോൺസിക്വൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ടുള്ള കാടുകളുടെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, കാടിനെ ഒരു ശ്വാസകോശത്തിൻ്റെ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മളെപ്പോഴും പറയാറുണ്ട് കാടുകളാണ് പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്നതാണ് കാടുകൾ. അതായത് നമുക്ക് ജീവവായു തരുന്നവയാണ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നശിപ്പിക്കുന്നതിലൂടെ അത്രയും സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് നമ്മുടെ പ്രകൃതിയിൽ അത് ഉണ്ടാക്കുന്നത്. Then third point ആണ് over exploitation of resources. So over exploitation, it is also called over harvesting, refers to harvesting a renewable resources to the point of diminishing returns. ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്, അതായത് നമുക്ക് അതിനെ പുതുക്കിയെടുക്കാൻ കഴിയുന്ന റിസോഴ്സസ് ആയിരിക്കാം, പക്ഷേ അതിനെ പോലും ഒരു ഡിമിനിഷിങ് ആയിട്ടുള്ള, അതായത് പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്ത രീതിയിൽ നമ്മളതിനെ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലെങ്കിൽ ഓവർ ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. സോ കണ്ടിന്യൂഡ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ക്യാൻ ലീഡ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി റിസോഴ്സ്. കണ്ടിന്യൂഡ് ആയിട്ടുള്ള ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആ റിസോഴ്സസിൻ്റെ ഡിസ്ട്രക്ഷന് കാരണമാകുന്നു. The term applied to natural resources such as wild medicinal plants, grazing pastures, game animals, fish stocks, forest and water aquifers. അപ്പോൾ ഈ ഒരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നമുക്ക് നടത്താൻ സാധിക്കുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ് വൈൽഡ് മെഡിസിനൽ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ഗ്രേസിങ് പാസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേച്ചിൽപ്പുറങ്ങളാണ്, പിന്നെ ആനിമൽസിനെ വേട്ടയാടി പിടിക്കുന്നത്, പിന്നെ മത്സ്യസമ്പത്തിനെ അമിതമായിട്ട് നമ്മൾ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുന്നത്, പിന്നെ ഫോറസ്റ്റ്, അതുപോലെ തന്നെ വാട്ടർ അക്വിഫേഴ്സ്. ഇക്കോളജിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഗ്ലോബൽ എൻവയോൺമെൻറ്റിനെ ത്രട്ടൺ ചെയ്യുന്ന ഒരു മെയിൻ ആക്ടിവിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കൺസർവേഷൻ ബയോളജിയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമൻ ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ്. that involve taking of biological resources or organisms in large numbers than their population can withstand. അതിൻ്റെ പോപ്പുലേഷനെ നിലനിൽക്കാൻ കഴിയുന്നതിലധികം ആയിട്ട് ഓർഗാനിസത്തിനെയോ അല്ലെങ്കിൽ ആ റിസോഴ്സിനെയോ ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തെടുക്കുന്ന ഹ്യൂമൻ ഇക്കണോമിക് ആക്ടിവിറ്റി ആയിട്ടാണ് കൺസർവേഷൻ ബയോളജിയിൽ ഇതിനെ യൂസ് ചെയ്യുന്നത്. Through overexploitation, the populations that are harvested at an unsustainable rate, given their natural rates of mortality and capacities for reproduction. This can leads to resource destruction and even the extinction of whole species. ഇത്തരത്തിലുള്ളൊരു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നതിലൂടെ ആ റിസോഴ്സിൻ്റെ ഡിസ്ട്രക്ഷനും അതുപോലെ തന്നെ ഹോൾ സ്പീഷീസിൻ്റെ എക്സ്റ്റൻഷനും അത് കാരണമാകുന്നു. അപ്പോൾ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്ടിവിറ്റിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ടേമല്ല, നേരെ മറിച്ചിട്ട് പ്രിഡേറ്റേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോറസ് ഇതെല്ലാം തന്നെ നേറ്റീവായിട്ടുള്ള ഫ്ലോറേനെയും ഫോണേനെയും ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും.